പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ടായിട്ട് മാറ്റുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കണം. ഒരു ബിസിനസ് അക്കൗണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആക്കാൻ സാധിക്കുന്നതല്ലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏത് അക്കൗണ്ടാണോ നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കേണ്ടത് ആ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ആ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്നതിന് ശേഷം സെറ്റിങ്സ് ആൻഡ് ആക്ടിവിറ്റി എന്നുള്ളതിന് താഴ്ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഹു ക്യാൻ സീ യു കണ്ടൻറ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് അക്കൗണ്ട് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ പബ്ലിക് അക്കൗണ്ട് ആയിട്ടാണ് കിടക്കുന്നത്. ആർക്ക് വേണമെങ്കിലും എൻ്റെ അക്കൗണ്ട് കയറി സന്ദർശിക്കാനും എൻ്റെ ഡീറ്റെയിൽസുകൾ കാണാനൊക്കെ സാധിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്. ഫോട്ടോയും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ഇനി ഒരാൾക്ക് നിങ്ങളെ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അവർ ഒരു പെർമിഷൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം നിങ്ങൾ അലൗ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് നിങ്ങളെ ഫോളോ ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രൈവറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്വിച്ച് ടു പ്രൈവറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ആയിട്ട് നിങ്ങൾക്ക് ആ പ്രൈവറ്റ് അക്കൗണ്ടിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിലുകൾ താഴ്ഭാഗത്ത് കാണാൻ സാധിക്കും. സ്വിച്ച് ടു പ്രൈവറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ടിലോട്ട് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത്